श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. വിശ്വാമിത്രന്റെ യാഗരക്ഷ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യയ്ക്കമ്മാർ എഴുന്നള്ളിയിടിനാൻ. രാമനായി അവനി ഭൂമിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം. അപ്പോൾ വിശ്വാമിത്ര മഹർഷിക്കറിയാം സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ശ്രീരാമചന്ദ്രനായി അവതരിച്ചതെന്ന്. അങ്ങനെയുള്ള സത്യജ്ഞാനാനന്ദ ആനന്ദാമൃതം പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെ കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞ ഭക്തിയോടെ അവിടെ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. കൗശികൻ തന്നെ കണ്ടു. വിശ്വാമിത്രന്റെ മറ്റൊരു പേരാണ് കൗശികൻ. ആ വിശ്വാമിത്രനെ കണ്ടിട്ട് ഭൂപതി ദശരഥൻ സംഭ്രമത്തോടും വളരെ പെട്ടെന്ന് സംഭ്രമത്തോടുകൂടി പ്രത്യുത്ഥാനം ചെയ്തു. ആ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് വിധിനന്ദനോടും വസിഷ്ഠനോടും ചെന്നെതിരേറ്റു. യഥാവിധി പൂജയും ചെയ്ത് വന്ദിച്ചു നിന്നു ഭക്തിയ. സസ്മിതം ചിരിയോടുകൂടി മന്ദസ്മിതത്തോടുകൂടി മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ. ഇവിടെ ദശരഥനാണ് പറയുന്നത്. അസ്മത് ജന്മം, അസ്മത് ഞങ്ങളുടെ ജന്മവും ഇന്നു വന്നിതു സഫലമായി. നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥ അന്തരാത്മാവായതു. എൻ്റെ അന്തരാത്മാവ്, എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഇഹ തപോനിധേ, അല്ലയോ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം, ഇങ്ങനെ മഹാത്മാക്കളായ താങ്കളെ പോലുള്ളവർ എഴുന്നള്ളുന്ന ഈ ഒരു ദേശം, ഏത് ദേശവും മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എല്ലാ ഐശ്വര്യങ്ങളും അങ്ങനെയുള്ള ദേശത്ത് വന്നു ചേരും. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തൊന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. അങ്ങ് എന്ത് ചിന്തിച്ചുകൊണ്ടാണ്, എന്ത് കാര്യത്തിനായിട്ടാണ് ഇപ്പോൾ വന്നതെന്ന് ദയവ് ചെയ്ത് പറയണം. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ, ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. അപ്പൊ ഇവിടെ സത്യം ചെയ്തു പോയി. അപ്പൊ ദശരഥന് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്. എന്ത് കാര്യമാണ് ചോദിക്കുന്നതെന്ന് അറിയുന്നതിന് മുൻപേ സത്യം ചെയ്യും, ഞാൻ എല്ലാം ചെയ്തു തരാമെന്ന്. അപ്പൊ ഇവിടെ വിശ്വാമിത്രനോടും എന്തിനാണ് വന്നതെന്ന് അറിയുന്നതിന് മുൻപേ എന്നാലാകുന്നതെല്ലാം ഞാൻ മടിയാതെ ചെയ്യാം എന്ന് വാക്ക് കൊടുത്തുപോയി. ഇത് കേട്ടതും വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോട് അതു നേരം. ഇപ്പോൾ വിശ്വാമിത്രൻ കാര്യം പറയുന്നു. ഞാൻ അമാവാസ്യ തോറും, എല്ലാ അമാവാസ്യ നാളിലും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ, ഞാൻ ചെയ്യുന്ന ആ യാഗത്തെ മുടക്കാൻ വേണ്ടി മാരീച സുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാർ, ആ രാക്ഷസന്മാർ ഇരുവരും അനുചരന്മാരായുള്ളോരും, അവരുടെ കൂടെ മറ്റ് രാക്ഷസന്മാരും ഉണ്ട്. എന്നാൽ എനിക്ക് ഇവരെ ശപിക്കാനോ അവരെ വഴക്ക് പറയാനോ സാധ്യമല്ല. കാരണം ഈ ഒരു യാഗം നടത്തുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. അപ്പൊ വിശ്വാമിത്രനായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല, അപ്പോൾ ഈ ചെയ്യുന്ന യാഗത്തിന്റെ ഫലം കുറയും. അതുകൊണ്ട് അതിനായിട്ടാണ് ഇപ്പോൾ രാമലക്ഷ്മണന്മാരെ വിളിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി
അവനീപതേ അല്ലയോ ഭൂമിപതേ രാജാവേ രാമദേവനെ അയക്കേണം, എൻ്റെ കൂടെ രാമനെ അയക്കേണം. എന്നിട്ട് അങ്ങോട്ട് പറയാണ് പുഷ്കരോദ്ഭവ പുത്രൻ തന്നോടും. പുഷ്കരോദ്ഭവ പുത്രൻ വസിഷ്ഠൻ. വസിഷ്ഠനെയൊക്കെ എപ്പോഴും പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്ന് പറയുന്നു. അതാണ് ഇങ്ങനെയൊരു വാക്പ്രയോഗം. അപ്പോൾ വസിഷ്ഠനോടും നിരൂപിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. ഇപ്പൊ രാമനെ മാത്രം പോരാ, കൂടെ ലക്ഷ്മണനെയും അയക്കണം. എന്നിട്ട് രാജാവിനെ അനുഗ്രഹിക്കുന്നു. നല്ലതു വന്നിടുക നിനക്ക് മഹീപതേ കല്യാണമതേ കരുണാനിധേ ധരാപതേ. എന്നാൽ താൻ അറിയാതെ വാക്ക് കൊടുത്തുപോയ ആ ഒരു പരിഭ്രമത്തിൽ ആകെ ആശങ്കാകുലനായി ദശരഥൻ ചിന്താചഞ്ചലനായ പങ്ക്തിസെന്തന നൃപൻ, ദശരഥനായിട്ടുള്ള ആ രാജാവ് മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിയിടിനാൻ. വസിഷ്ഠ മഹർഷിയോട് വളരെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, എന്തു ചൊൽവതു ഗുരോ, ഞാൻ എന്താ ഇപ്പൊ പറയാ? നന്ദനൻ തന്നെ മമ സന്ത്യജിച്ചിടുവതിന് ഇല്ലല്ലോ ശക്തിയൊട്ടും. ഇവിടെ ദശരഥനെ സംബന്ധിച്ച് രാമൻ ഇപ്പോഴും കുട്ടിയാണ്. അപ്പോൾ രാമനെ മാത്രമല്ല 4 മക്കളിൽ ഏറ്റവും കൂടുതൽ പ്രീതി രാമനോടുമാണ്. അപ്പോൾ രാമനെ ഒരു നേരം പോലും പിരിഞ്ഞിരിക്കാൻ ദശരഥന് സാധ്യമല്ല. അപ്പോൾ ഈ രാക്ഷസന്മാരുടെ അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ മാത്രം എൻ്റെ മകനായിട്ടില്ല എന്നതാണ് ദശരഥൻ വിചാരിക്കുന്നത്. അതാണ് എൻ്റെ മകനെ ത്യജിക്കുന്നതിന് തുല്യമാണെന്നാണ്. അപ്പൊ ഈ രാക്ഷസന്മാരുടെ വായിലോട്ട് എൻ്റെ മകനെ ഞാൻ കൊണ്ടുവിടണോ? അതിനെനിക്ക് ശക്തിയില്ല. എത്രയും കൊതിച്ച കാലത്തെങ്കിൽ, കാരണം ദശരഥനൊക്കെ ഒരുപാട് പ്രായമായിരിക്കുകയാണ്. അങ്ങനെ ഈ പ്രായമായ സമയത്ത് ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ, ആ ഒരു ഈശ്വര കടാക്ഷത്താൽ എനിക്ക് മകനെ കിട്ടി. ഇങ്ങനെയുള്ള രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും, ഞാൻ മരിച്ചു പോകും ഗുരു എന്ന് വസിഷ്ഠ മഹർഷിയോട് പറയുന്നു. എന്നാലോ ഇവിടെ മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്. രാമന് നൽകിയിടാഞ്ഞാൽ ഇനി ഞാൻ ഈ മടി കാരണം രാമനെ ഞാൻ കൊടുക്കുന്നില്ല എന്ന് വെച്ചാലോ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. അന്വയം എന്നാൽ നമ്മുടെ ഈ വംശം, ഈ ഒരു കുലത്തിന് നാശം വരുത്തുമല്ലോ ആ വിശ്വാമിത്രൻ. കാരണം അത്രയും വലിയ തപസ് ചെയ്ത ബ്രഹ്മർഷിയാണ് അദ്ദേഹം, രാജർഷിയാണ് അദ്ദേഹം. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്തൊന്നു നല്ലതിപ്പോൾ എന്ന് നിന്തിരുവടി ചിന്തിച്ച് തിരിച്ചരുളി ചെയ്തിടുക വേണം. എന്നെ ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിച്ചാലും ഗുരു എന്ന് വസിഷ്ഠനോട് വളരെ രഹസ്യമായി, കാരണം വിശ്വാമിത്രൻ കേൾക്കാനും പാടില്ല, അങ്ങനെ പറഞ്ഞു. അപ്പോ ദശരഥന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇവിടെ വസിഷ്ഠ മഹർഷി രാമനെ കുറിച്ചുള്ള രഹസ്യം പറയുന്നു. എങ്കിലോ ദേവഗുഹ്യം, ദേവന്മാർക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം കേട്ടാലും അതിഗോപ്യം, അത് അത്യന്തം രഹസ്യമാണ്. ഇത് ആരോടും പരസ്യമായി പറയാൻ പാടില്ല. ഇപ്പോൾ ഞാനിത് അങ്ങയോട് പറയുന്നത് അങ്ങേക്ക് സങ്കടമുണ്ടാകേണ്ട എന്ന് വിചാരിച്ചാണ്. സന്തതം ധരാപതേ, അല്ലയോ രാജാവേ അങ്ങേക്ക് സങ്കടം വരരുത് എന്ന് വിചാരിച്ചാണ്. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, അല്ലയോ രാജാവേ മാനമില്ലാതെ അളക്കാൻ പറ്റാത്ത പരിധിയില്ലാത്ത പരമാത്മാവ് സദാനന്ദൻ എന്തിനു വേണ്ടി ഇനി ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നു. പത്മസംഭവൻ മുന്നം, ബ്രഹ്മാവ് മുൻപ് പ്രാർത്ഥിക്യമൂലമായി പത്മലോചനൻ സാക്ഷാൽ മഹാവിഷ്ണു ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിത് വൈകുണ്ഠൻ നാരായണൻ. സാക്ഷാൽ നാരായണമൂർത്തിയാണിപ്പോൾ രാമനായി വന്നിരിക്കുന്നത്. ഇനി നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, നീ ആരായിരുന്നു എന്ന് ഞാൻ പറയാം. മുന്നം നീ ബ്രഹ്മാത്മജൻ, ആ ബ്രഹ്മാവിന്റെ മകനായിട്ടുള്ള കശ്യപ പ്രജാപതിയായിരുന്നു. നിന്നുടെ പത്നിയാകും അദിതി ദേവി ഇപ്പോഴിതാ കൗസല്യയായി ജനിച്ചിരിക്കുന്നു. അദിതി കൗസല്യ കേൾക്കൂ, അന്നിരുവരും, നിങ്ങൾ അന്ന് 2 പേരും കൂടി
സന്തതി ഉണ്ടാവാനായി, ഒരു കുഞ്ഞ് ജനിക്കുവാനായിട്ട് ബഹുവത്സരം വളരെ കാലം ഉഗ്രം തപസ് ചെയ്തു. നിങ്ങൾ ഒരുപാട് കാലം തപസ് ചെയ്തു. മുഹുരാത്മനി, വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ വിഷ്ണു പൂജാ ധ്യാനാദിയോടും അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഭക്തവത്സലൻ ദേവൻ, ആ മഹാവിഷ്ണു വരദായകനായ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു, നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, നീ വാങ്ങിക്കൊൾ വരം. എന്താണ് വരം വേണ്ടത്? ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത്, പുത്രനായി പിറക്കേണം എനിക്ക് ഭവാൻ, അങ്ങെനിക്ക് പുത്രനായി ജനിക്കണമെന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിനോട് നിങ്ങൾ സത്വരം അപേക്ഷിച്ച കാരണം, അങ്ങനെ പറഞ്ഞത് കാരണം ഇന്ന് നാഥൻ ആ മഹാവിഷ്ണു പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും. അതാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. പൃഥ്വീന്ദ്ര, അത് മാത്രമല്ല ഹേ രാജാവേ, ശേഷൻ തന്നെ, ആദിശേഷൻ തന്നെയാണ് ലക്ഷ്മണനാകുന്നതും. ഇനി ശംഖചക്രങ്ങളല്ലോ, ഭഗവാന്റെ ആ കയ്യിലെ ശംഖും ചക്രവും ഒരു രൂപം ധരിച്ചു വന്നവരാണല്ലോ ഭരതശത്രുഘ്നന്മാർ. അതുകൊണ്ട് ശംഖ കൈവിട്ട് കേട്ടുകൊണ്ടാലും ഇനി. അത് മാത്രമല്ല, ഈ വിശ്വാമിത്രൻ ഇവിടെ വന്നതിന് മറ്റൊരു നിയോഗം കൂടിയുണ്ട്. യോഗമായാദേവിയും സീതയായി മിഥിലയിൽ, യോഗമായാദേവി അതായത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ഭാര്യയായിട്ടുള്ള മഹാലക്ഷ്മി സീതയായിട്ട് മിഥിലയിൽ യാഗവേളയിൽ അവിടെ യാഗം ചെയ്ത സമയത്ത് അയോനിജയായി ആ മണ്ണിൽ നിന്നും അവിടെ രാജാവായ ജനകന് കിട്ടിയിട്ടുണ്ട് ആ സീതാദേവിയെ. ഇങ്ങനെ ആഗതനായാൻ വിശ്വാമിത്രൻ എന്തിനാണ്? അവർ തമ്മിൽ യോഗം കൂടിയിടുവതിന് എന്നറിഞ്ഞിടണം നീ. ഈ യോഗമായാദേവിയായിട്ടുള്ള സീതയും സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടുള്ള ശ്രീരാമചന്ദ്രനും കൂടിച്ചേരാനുള്ള സമയമായിരിക്കുന്നു. ആ കൂട്ടിച്ചേർക്കാനുള്ള നിയോഗം ഈ വിശ്വാമിത്രനാണ്. അതുകൂടെ രാജാവേ അങ്ങറിയുക. എത്രയും ഗുഹ്യമിത്, ഇത് രഹസ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് പറയാൻ പാടില്ല, അതാണ് വക്തവ്യമല്ല, പറയാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അങ്ങയുടെ ഈ ഒരു വിഷമം കണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കാതെ പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. അങ്ങ് അയച്ചോളൂ, ധൈര്യമായിട്ട് അയച്ചോളൂ. ഇത് കേട്ടപ്പോൾ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ച് യഥാവിധി പൂജിച്ച് ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. അങ്ങനെ സന്തോഷത്തോടുകൂടെ പിന്നെ ദശരഥൻ പറഞ്ഞു, ശരി, കൊണ്ടുപോയിക്കോളൂ. വരിക രാമ, രാമ ലക്ഷ്മണ വരിക എന്ന് അരികെ ചേർത്തു മാറിലണച്ചു ഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. നമുക്ക് ഈ യാത്ര ശ്രീരാമചന്ദ്രനും ഗുണം ചെയ്യുവാനാണ്, അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ അവര് യാത്ര തിരിച്ചു. ജനക ജനനിമാർ ചരണാംബുജം കൂപ്പി തൻ്റെ അച്ഛൻ്റെയും അമ്മമാരുടെയും ഒക്കെ കാലിൽ വന്ദിച്ച് മുനിനായകനായിട്ടുള്ള വസിഷ്ഠ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. അങ്ങനെ ഈ ലോകത്തിന്റെ തന്നെ രക്ഷ ചെയ്യുവാനായിട്ട് ആ വിശ്വാമിത്രൻ ഇവരുടെ രണ്ടുപേരുടെയും കൈ പരിഗ്രഹിച്ചു, അതായത് കൈകൾ ചേർത്ത് പിടിച്ചു. അങ്ങനെ ചാപ തൂണീര ബാണ ഖഡ്ഗപാണികളായി, ചാപം വില്ല്, തൂണീരം ആവനാഴി, ബാണം അമ്പ്, ഖഡ്ഗം വാള്, ഇങ്ങനെയൊക്കെ കയ്യിലേന്തി അതൊക്കെ കയ്യിൽ വെച്ച് ഭൂപതി കുമാരന്മാരോടും ഈ രാജകുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ച് ആശീർവാദങ്ങളും ചൊല്ലി. അങ്ങനെ എല്ലാവരും ഭൂപതി രാജാവ് ഇവരെയൊക്കെ ആശീർവാദം ചൊല്ലി അയച്ചു. ഇങ്ങനെ തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. ഇപ്പൊ വിശ്വാമിത്രൻ ഒറ്റയ്ക്കല്ല, മറ്റ് മഹർഷിമാരും ഉണ്ട് എന്ന് വേണം കരുതാൻ.
അങ്ങനെ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടങ്ങരുളി ചെയ്തു മുനി. അങ്ങനെ പോകവേ വിശ്വാമിത്ര മഹർഷി ഈ രാമലക്ഷ്മണന്മാരോട് പറയുകയാണ്, രാമ, രാഘവ, രാമ, ലക്ഷ്മണകുമാര, കേൾക്കൂ. കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാത്ത ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം. രാജകുമാരന്മാരാണ് എന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഭക്ഷണം അതിനൊന്നും ഒരു മുട്ടും വരാത്തതിനാൽ വിശപ്പെന്താണെന്ന് അറിയുന്നില്ല, ദാഹം എന്താണെന്ന് അറിയുന്നില്ല. കാരണം അപ്പോഴപ്പോൾ അവരാവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്ക് വന്നു കൊടുക്കും. അതുകൊണ്ട് പറയുന്നു, ഈ കാട്ടിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി, അതില്ലാതിരിക്കാൻ തോന്നാതിരിക്കാൻ മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ, 2 വിദ്യകൾ ഞാൻ പഠിപ്പിച്ചു തരാം. ആ വിദ്യകൾ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ച് ജപിച്ചാലും, ഇതൊരു മന്ത്രവിദ്യയാണ്. ഇത് ജപിച്ച് ഉരുവിടുമ്പോൾ ആ ഉള്ളിൽ അത് മന്ത്രം ഹൃദിസ്ഥമാകുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മളത് മനസ്സിലേക്ക് അത് ആവാഹിക്കുമ്പോൾ ഈ ഒരു വിദ്യ ഫലിക്കും. ബലയും പുനരതിബലയും, ബല അതിബല, ഇങ്ങനെ പേരുള്ള ഈ 2 മന്ത്രങ്ങൾ മടിയാതെ നിങ്ങൾ പഠിച്ച് ജപിച്ചാലും. എന്നിട്ട് പറയുന്നു, ദേവനിർമ്മിതകൾ ഈ വിദ്യ, ഇത് ദേവനിർമ്മിതമാണ് എന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു. അങ്ങനെ രാമലക്ഷ്മണന്മാർക്ക് 2 പേർക്കും ഈ വിദ്യ ഉപദേശിച്ച് മുനി ക്ഷുത് പിപാസാദികളും, ക്ഷുത്ത് വിശപ്പ്, പിപാസ ദാഹം, ഇത് രണ്ടും തീർന്ന, പിന്നീട് അവർക്ക് ഇത് രണ്ടും അനുഭവപ്പെട്ടില്ല, വിശപ്പും ദാഹവും അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ക്ഷീണവുമില്ല. അങ്ങനെയുള്ള ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. അങ്ങനെ ഗംഗാ നദി കടന്ന് അവരങ്ങനെ യാത്ര തുടരുകയാണ്. താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. താടകാവനത്തിൽ എത്തിയപ്പോൾ വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു, രാഘവ, സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ല ഈ വഴി ആരുമേ ഇതുകാലം. ഇപ്പോൾ കുറച്ചു നാളായിട്ട് ഈ വഴി ആരും നടക്കാറില്ല. കാടിത് കണ്ടായോ നീ? കാമരൂപിണിയായ താടകാ ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ച് ആരും നേർവഴി നടപ്പില്ല. ഈ വഴി ആരും വരാറില്ല. ഭുവനവാസി ജനം, ഈ ഭൂമിയിലുള്ള ഒരാളും ഇപ്പോൾ ഈ കാനലത്തിലൂടെ വഴി നടക്കാറില്ല. അല്ലയോ ഭുവനേശ്വര പോറ്റി. അതുകൊണ്ട് തന്നെ കൊല്ലണം അവളെ നീ വല്ല ജാതിയും. എങ്ങനെയെങ്കിലും അവളെ നീ കൊല്ലണം. ഇനി അവളൊരു സ്ത്രീയാണ് എന്നതുകൊണ്ട് അതിനില്ലൊരു ദോഷം, ഒരു ദോഷവും ഇല്ല. പൊതുവെ സ്ത്രീ ഹത്യ പാപമാണെന്ന് പറയും. പക്ഷേ ഇതുപോലെയുള്ള കാമചാരിണികളായ സ്ത്രീകളെ കൊല്ലുന്നതിൽ യാതൊരു ദോഷവും ഇല്ല എന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്ന് ചെറു ഞാണൊലി ചെയ്ത് രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം. അപ്പോ താൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് താടകയെ അറിയിക്കാൻ വേണ്ടി തൻ്റെ ആ ഞാണിൻ്റെ ആ വില്ല് ഒന്ന് വലിച്ചു വിട്ടപ്പോൾ തന്നെ എല്ലാ ലോകവും വിറച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെറു ഞാണൊലി കേട്ട് കോപിച്ചു നിശാചരി പെരിക വേഗത്തോടും അത്യധികമായ വേഗത്തോട് അടുത്തു ഭക്ഷിപ്പാനായി, ഇവരെ ഭക്ഷിക്കാനായിട്ട്. അപ്പോൾ അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. രാമബാണം കൊണ്ടപ്പോൾ പാരിതിൽ
മല ചിറകറ്റു വീണതുപോലെ അത്രയും ഭീകരമായ വലുപ്പമുള്ള ശരീരത്തോടു കൂടിയവളാണ് താടക. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പാരിതിൽ ഒരു വലിയൊരു മല ചിറകറ്റു വീണതുപോലെ. അപ്പൊ പണ്ടൊക്കെ ഈ മലകൾക്കൊക്കെ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രനാണ് ആ ചിറകൊക്കെ അരിഞ്ഞത് എന്നൊരു കഥ പുരാണങ്ങളിൽ കാണാം. അപ്പൊ ഇങ്ങനെ ചിറക് അരിഞ്ഞാൽ എങ്ങനെയാണോ മല താഴെ വീഴുന്നത്, അതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. എന്നാൽ രാമബാണം ഏറ്റുകഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് സ്വർണ രത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ഇവിടെ യക്ഷി എന്നത് യക്ഷ കിന്നര വിഭാഗമുണ്ട്. ദേവന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗമാണ് യക്ഷന്മാർ. അതിലുള്ള ആ സ്ത്രീകളാണ് യക്ഷികൾ, അതായത് സുന്ദരികളാണ്. ആ സുന്ദരിയായ ഒരു യക്ഷിയുടെ രൂപത്തിലേക്ക്, അതും സ്വർണങ്ങളും ആഭരണങ്ങളും ഒക്കെ ആയിട്ടൊരു സുന്ദരിയായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ആ താടകയെ കാണായി വന്നു. ഇതെന്തുകൊണ്ടാണെന്ന് പറയുന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവ അനുജ്ഞയാ. പണ്ട് ഒരു യക്ഷന്റെ മകളായിരുന്നു ഈ താടക. താടകയുടെ ഭർത്താവിനെ അഗസ്ത്യ മഹർഷി ഒരു ശാപം കൊണ്ട് വധിച്ചപ്പോൾ അതിനുള്ള ദേഷ്യം തീർക്കാൻ മഹർഷിയെ പ്രാപിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ആ മഹർഷി താടകയെ ശപിച്ച് ഒരു നിശാചരിയാവട്ടെ എന്ന് ശപിച്ചത്. അപ്പോൾ അങ്ങനെ ആ ശാപമോക്ഷമാണ് ഇപ്പോൾ ഇവിടെ താടകക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാ ശാപമോക്ഷവും കൊടുത്തതിന് ശേഷം തൻ്റെ ലോകത്തിലേക്ക്, അതാണ് ദേവലോകത്തിലേക്ക്, അവിടെയാണ് ഈ യക്ഷന്മാരും കിന്നരന്മാരും ഒക്കെ അവിടെയാണ്, അവിടേക്ക് തിരിച്ചുപോയി. ഇത് കഴിഞ്ഞ് കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവന് ഉപദേശിച്ചു സലക്ഷണം. അപ്പൊ കൗശിക മഹർഷി മുൻപ് ക്ഷത്രിയനായിരുന്നു. അപ്പോൾ ആ ക്ഷത്രിയനായ ആ സമയത്ത് തന്നെ ഒരുപാട് അസ്ത്രവിദ്യകൾ വരത്തിലൂടെ വര ലാഭമായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ, ഈ ദിവ്യാസ്ത്രങ്ങളൊക്കെ എങ്ങനെ പ്രയോഗിക്കണം, അത് എങ്ങനെ ഉപസംഹരിക്കണം, ഇത്തരത്തിലുള്ള ലക്ഷണത്തോടുകൂടെ മന്ത്ര ഉപദേശത്തോടുകൂടിയാണ് രാഘവന് ഇതിനെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തത്. അതിനുശേഷം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. അവിടെ കാമാശ്രമം എന്നു പേരുള്ള ആ വനത്തിനുള്ളിലെ ആശ്രമത്തിൽ അവരങ്ങനെ വസിച്ചു പോന്നു. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു. രാത്രി കഴിഞ്ഞ് ഉഷസന്ധ്യ, പുലർച്ചെയുള്ള ആ ഉഷസന്ധ്യയ്ക്ക് വന്ദനം ചെയ്തു, നമസ്കാരം ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് യാത്രയും തുടങ്ങിനാർ ആസ്ഥയ. ഒട്ടും താമസിക്കാതെ പുലർക്കാലെ തന്നെ അവർ യാത്ര ചെയ്തു. അങ്ങനെ പുക്കിതു സിദ്ധാശ്രമം. വിശ്വാമിത്ര മഹർഷി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലമാണ് സിദ്ധാശ്രമം. അവിടെ മറ്റുള്ള മുനിമാരുണ്ട്. അവരൊക്കെ ഇവരെ കണ്ടപ്പോൾ മുനി മുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ, മറ്റുള്ള മുനിമാരെയൊക്കെ വന്ദിച്ചു. പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സത്കാരം ചെയ്താർ. ഇവരെ വിധിയാവണ്ണം സത്കരിച്ചു. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. അദ്ദേഹം വിശ്വാമിത്രനോട് പറയുകയാണ്, ഭഗവാൻ, താപസോത്തമ ഭവാൻ ദീക്ഷിക്ക യാഗമിനി. യാഗം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. താപം കൂടാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രക്ഷിച്ചിടുവൻ എന്ത് ചെയ്തും ഞാൻ ഈ യാഗത്തെ രക്ഷിക്കും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ, ആരാണ് ഈ യാഗം മുടക്കുന്നത് എന്ന് കാട്ടിത്തരികയാണെങ്കിൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ട് ഞാൻ തപോനിധേ. അവരെ
എൻ്റെ ബാണം കൊണ്ട് ഞാൻ അവരെ നശിപ്പിക്കാം. ഇത് പറഞ്ഞത് കേട്ട് യാഗവും ദീക്ഷിച്ചിതു കൗശികൻ അതുകാലം. യാഗം തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആഗമിച്ചിതു വന്നു നക്തഞ്ചരന്മാർ പടയോടും. ഒരുപാട് നക്തഞ്ചരന്മാർ, ഒരുപാട് രാക്ഷസന്മാരാണ് അവിടെ വന്നത്. മധ്യാഹ്നകാലെ ഉച്ച സമയത്ത് മേൽഭാഗത്തിങ്കൽ നിന്നും ഒരു ആകാശത്ത് നിന്ന് തത്ര അവിടെ രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാലതു നേരം. അവർ രക്തം അവിടെ ഇങ്ങനെ ഒഴുക്കുകയാണ് ആ യാഗഭൂമിയിലേക്ക്, അതിനെ മലിനപ്പെടുത്താൻ വേണ്ടിയിട്ട്. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ. അപ്പോൾ തന്നെ ഭഗവാൻ 2 ശരം തൊടുത്തു. മാരീച്ച സുബാഹുവീരന്മാരെ, ഈ മാരീച്ചൻ താടകയുടെ മകനാണ്. ഈ 2 പേരെയും, മാരീച്ചനെയും സുബാഹുവിനെയും അവരുടെ നേർക്ക് പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെ, സുബാഹുവിനെ കൊന്നു. അവനെ ഒരു ശരം അന്നേരം മാരീച്ചനും, മാത്രമല്ല മാരീച്ചന്റെ നേർക്ക് മറ്റൊരു ശരം അയച്ചു. ഇത് കണ്ട് ഭീതി പൂണ്ടോടിയിടിനാൻ. സുബാഹു അപ്പോൾ തന്നെ മരിച്ചു വീണെങ്കിലും മാരീച്ചൻ ഓടാൻ തുടങ്ങി. ചെന്നിതു രാമബാണം പിന്നാലെ. എന്നാൽ എവിടെയും രക്ഷയില്ല. ഓടുന്ന സ്ഥലത്ത്, പോകുന്ന സ്ഥലത്ത് മുഴുവൻ ഈ രാമബാണം പിന്നാലെ കൂടെ കൂടെ. ഖിന്നനായേറിയൊരു യോജന. ഒരു യോജന എന്നാൽ നമ്മൾ ഒരുപാട് ദൂരമാണ്, നമ്മുടെ കിലോമീറ്ററുകൾ കണക്കിനാണ് പറയുന്നത്. അവൻ ഓടിക്കൊണ്ടേയിരുന്നു. പിന്നീട് അർണവം തന്നിൽ, അർണവം സമുദ്രം തന്നിൽ ചെന്നു വീണിതു മാരീചനും. അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. എന്നാൽ അവിടെയും ആ അസ്ത്രം ചെന്നു ദഹിപ്പിക്കാനായിട്ട്. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ, ഇനി ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മാരീചൻ എന്നെ രക്ഷിക്കേണം എന്ന് അഭയം പൊക്കിയിടിനാൻ. ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഭഗവാനാകട്ടെ ഭക്തവത്സലനാണ്. ആരായാലും ശരി, തന്നെ രക്ഷിക്കണമെന്ന് ശരണാഗതി അടഞ്ഞാൽ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ അഭയം കൊടുക്കും. അങ്ങനെ മാരീചനും അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൻ. അന്ന് തുടങ്ങി മാരീചനും പിന്നീട് ആ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഒരു ഭക്തനായിട്ട് ജീവിക്കാൻ തുടങ്ങി. പറ്റലർക്കുല കാലനാകിയ, പറ്റലർക്കുലം നിശാചരകുലം, ആ കുലത്തിന് കാലനെ പോലെയായ സൗമിത്രിയും ലക്ഷ്മണനും മറ്റുള്ള പടയെല്ലാം, ഇവരുടെ കൂടെ വന്ന മറ്റുള്ള എല്ലാ നിശാചരന്മാരെയും കൊന്നിതു ശരങ്ങളാൽ. ഇതൊക്കെ കണ്ടിട്ട് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷ കിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. ഇവരൊക്കെ തന്നെ ആ ആകാശചാരികളായി വന്ന് ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് ഒരുപാട് സ്തുതിച്ചുകൊണ്ടിരുന്നു. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ട് പുണർന്ന് അശ്രുപൂർണ ആർദ്രാകുല നേത്ര പത്മങ്ങളോടും കണ്ണുനീര് വന്നു. സന്തോഷാശ്രുക്കളോടെ ആ വിശ്വാമിത്ര മഹർഷിയും അവരെ ആലിംഗനം ചെയ്തു. പിന്നീട് ഉത്സംഗയെ ചേർത്ത് പരമാശീർവാദവും ചെയ്തു. അവരെ നെഞ്ചോട് ചേർത്ത് അവരുടെ നെറ്റിയിൽ മുകർന്നുകൊണ്ട് ആശീർവാദവും ചെയ്തു. അതിനുശേഷം വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. മുമ്പ് വിശപ്പില്ലാതിരിക്കാൻ, വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാൻ ബല അതിബല എന്ന മന്ത്രം കൊടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലൊരു വ്രതനിഷ്ഠയോടുകൂടിയാണ് അവരിത് ഇത്രയും നാൾ കഴിഞ്ഞത്, ഇത്രയും ദിവസം, ഈ ഒരു 2 ദിവസം കഴിഞ്ഞത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവരുടെ ആ ഉദ്ദേശം സാധിച്ചു. വിശ്വാമിത്ര മഹർഷി എന്തിനാണോ അവിടെ കൊണ്ടുവന്നത് അത് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഭക്ഷണം അവർക്ക് കൊടുത്തു.
പിന്നീട് ഇരുന്നു 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞ് രസിപ്പിച്ചു കൗശികൻ അവരുമായി. ഓരോ ദിവസങ്ങൾ പല പുരാണങ്ങളൊക്കെ പറഞ്ഞ് 3 ദിവസം ആ സിദ്ധാശ്രമത്തിൽ തന്നെ അവർ വസിച്ചു. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി. 4-ാമത്തെ ദിവസമായപ്പോൾ വിശ്വാമിത്ര മുനി പറഞ്ഞു, അരുത്, വൃഥാ കാലം കളകെന്നുള്ളതേതും. ഇനിയും വെറുതെ കളയാൻ സമയമില്ല. ചില നിയോഗങ്ങൾ കാത്തിരിപ്പുണ്ട്. ജനക മഹീപതി തന്നെ മഹായജ്ഞം, ജനക മഹാരാജാവിന്റെ ആ കൊട്ടാരത്തിൽ ഒരു മഹായജ്ഞം നടക്കുന്നു. ഇനി വൈകാതെ കാണാൻ പോകനാം വത്സന്മാരെ, നമുക്ക് പോകാം, അവിടേക്ക് ഇനി പോകാം. അവിടെ എന്താണ് വിശേഷം? ചൊല്ലെഴും പ്രശസ്തമായ ത്രയംബകമാകിന മാഹേശ്വരവില്ലുണ്ട്. ത്രയംബകം എന്ന് പേരുള്ള മഹേശ്വരന്റെ, ശ്രീ പരമേശ്വരന്റെ പ്രശസ്തമായ വില്ല് അവിടെ വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമി പാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനം. ശ്രീ മഹാദേവന്റെ തന്നെ നിർദ്ദേശത്താൽ എന്ന പോലെയാണ് അതവിടെ വച്ചിരിക്കുന്നത്. പണ്ട് ഭൂമി പാലേന്ദ്രന്മാരാൽ അർച്ചിതം, ശ്രീ മഹാദേവൻ തന്നെയാണ് മുമ്പ് അത് വെച്ചത്. ഇപ്പോൾ അവിടെ വിദേഹ രാജ്യത്തിരിക്കുന്നു. അവിടെയുള്ള ജനക മഹാരാജാവ് വളരെ ഭക്തിപൂർവം അതിനെ സേവിച്ച് അതിന് അർച്ചന ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ഷോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ, ഒരു ക്ഷത്രിയനായിട്ടുള്ള ഭഗവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. ആ ധനുസ്, ധനുരത്നം എന്നാണ് പറഞ്ഞത്. അത്രയും വിശിഷ്ടമേറിയ ആ വില്ല് അങ്ങ് അത് കാണണം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്തു. അവിടെയുള്ള മറ്റ് മുനിമാരോടും വിശ്വാമിത്രൻ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയായി. അങ്ങനെ ഭൂപതി ബാലന്മാരും കൂടെ പോയി. വിശ്വാമിത്രൻ ഇവരെല്ലാവരും ആ സിദ്ധാശ്രമത്തിൽ നിന്ന് ഇറങ്ങി മിഥില രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം, തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശം ആനന്ദപ്രദം. ഇങ്ങനെ പോകെ ഗംഗാതീരത്തുള്ള ഗൗതമാശ്രമത്തിൽ എത്തി. തത്ര, അവിടെ ശോഭ പൂണ്ടൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു പുണ്യദേശം. നമ്മളൊരു നല്ല ഒരു പുണ്യദേശത്തിലെത്തിയാൽ അത് നമ്മുടെ മനസ്സിനെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ്. നല്ല ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലത്തെത്തിയാൽ നമുക്കത് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടാവും. അതാണ് ക്ഷേത്ര ദർശനങ്ങളുടെയൊക്കെ ഒരു മഹത്വവും. മാത്രമല്ല അവിടെ ദിവ്യ പാദപങ്ങൾ, പാദപം നല്ല വൃക്ഷങ്ങൾ, ഒപ്പം ലത വള്ളിച്ചെടികൾ, കുസുമ ഫലങ്ങൾ, നല്ല പൂക്കള്, ഒപ്പം തന്നെ പഴവർഗ്ഗങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മറ്റ് ചെടികൾ, വൃക്ഷങ്ങൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും സർവമോഹനകരം, നല്ല ഒരു കണ്ണിന് ആനന്ദം കണ്ണിന് ആനന്ദത്തെ തരുന്ന ആ സ്ഥലം. പക്ഷേ ജന്തു സഞ്ചയഹീനം, അവിടെ ഒരു ജന്തുക്കളെയും കാണാനില്ല, ജന്തുക്കളില്ലാത്ത ഒരു സ്ഥലം. ഇത് കണ്ട് കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണം അരുൾ ചെയ്തു. താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ ഇപ്രകാരം ചോദിച്ചു, ആശ്രമപദം ഇതം ആർക്കുള്ളൂ? ഇത് ആർക്കാണ്, ആരുടെയാണ് ഈ ആശ്രമം? മനോഹരം, ആശ്രയയോഗ്യം, ആർക്കും വന്ന് ആശ്രയിക്കാവുന്ന, ഒരു മനസ്സിന് സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും വന്ന് ഇവിടെ ആശ്രയിക്കാമല്ലോ. അങ്ങനെയുള്ള ഈ ഒരു ആശ്രമം നാനാ ജന്തു സംവീതം, എന്നാൽ ജന്തുക്കളെ ഒന്നും കാണാനുമില്ല താനും. എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സി മേ മേ, എനിക്ക് എൻ്റെ മനസ്സിന് ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു ആഹ്ലാദമുണ്ടായതു. ഇതിൻ്റെ തത്വം, ഇതിന് കാരണമെന്താണെന്ന് എന്തെന്ന് അരുൾ ചെയ്യണം തപോനിധേ. വിശ്വാമിത്ര മഹർഷിയോട് പറയാണ്, എന്തുകൊണ്ടാണ് എനിക്കിവിടെ എത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ഈ ഒരു ആഹ്ലാദം, അതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരൂ
മഹർഷി എന്ന് ഭഗവാൻ പറഞ്ഞു. അഹല്യാമോക്ഷം. അവിടെ ഗൗതമാശ്രമ പരിസരത്തെത്തിയ ശ്രീരാമദേവൻ ചോദിക്കുന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ആശ്രമത്തിൽ ആരെയും കാണാത്തത് എന്തുകൊണ്ടാണ്? എന്നാൽ എനിക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന് കാരണമെന്താണെന്ന് പറയണം എന്ന് ചോദിച്ചപ്പോൾ എന്നത് കേട്ടു വിശ്വാമിത്രനും ഉര ചെയ്തു. പന്നകശായി പരൻ തന്നോട്, പന്നകശായി, പന്നകം സർപ്പം, അനന്തൻ, അനന്തശായിയായിട്ടുള്ള ആ പരമാത്മാവ് തന്നോട് പരമാർത്ഥം. അവിടെ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് പറയുന്നു. കേട്ടാലും പുരാവൃത്തം എങ്കിലോ കുമാരാനീ, വാട്ടമില്ലാത്ത തപസ്സുള്ള, കഠിനമായ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഗൗതമ മുനി ഗംഗാരോധസി, ഗംഗാതടത്തിൽ നല്ലൊരാശ്രമത്തെങ്കൽ അത്ര മംഗളം വർദ്ധിച്ചിടും തപസ, തൻ്റെ തപസ്സുകൊണ്ട് ദിനം ദിനം ആ പ്രദേശത്തിന് തന്നെ മംഗളം വർദ്ധിച്ചു വന്നു. അങ്ങനെ വാഴും കാലം ലോകേശൻ ബ്രഹ്മാവ് നിജസുതയായുള്ളോരഹല്യയാം, തൻ്റെ മകളായിട്ടുള്ള അഹല്യയെ, ആ അഹല്യ ഏതുപോലെയാണ്, എന്താണ് വിശേഷണം? ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം, അത്രയും ദിവ്യത്വമുള്ള ഒരു കന്യക ശ്രേഷ്ഠയായിരുന്നു ആ സുന്ദരി. ആ അഹല്യയെ ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും, വിധാതാവ് ബ്രഹ്മാവ്, കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും. അഹല്യയുടെ ആ ഭർത്തൃശുശ്രൂഷ, അതുപോലെ തന്നെ ഇന്ദ്രിയ നിഗ്രഹം, അതാണ് ബ്രഹ്മചര്യം. തൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കിക്കൊണ്ട് ആവശ്യമുള്ള ആ ഒരു രീതിയിൽ മാത്രം വികാര വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നതാണ് ബ്രഹ്മചര്യം. അങ്ങനെയുള്ള ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ചു ഗൗതമ മുനിയും. തന്നെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം, കുറേ കാലം അങ്ങനെ വസിച്ചു. എന്നാൽ വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്ചവനൻ, ഇടയ്ക്കൊക്കെ മനസ്സ് തെറ്റിപ്പോകുന്ന, ആ ഒരു ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാതെ, എന്നാൽ പേര് ഇന്ദ്രൻ എന്നാണ്, അങ്ങനെയുള്ള ആ ഇന്ദ്രൻ കുസുമായുധവശൻ ആയാൻ. കുസുമ ആയുധം, കുസുമം പൂക്കൾ, പൂക്കൾ ആയുധമായിട്ടുള്ളയാൾ കാമദേവൻ. അപ്പോൾ കാമദേവന് വശംവദനാവുക എന്ന് വെച്ചാൽ കാമാവേശിതനായാൻ. ചെന്തുണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമഖൻ. ശതമഖൻ എന്നാൽ 100 യാഗം നടത്തുന്ന, അശ്വമേധയാഗം നടത്തുന്നയാളാണ് ഇന്ദ്രനാവുക. അതുകൊണ്ടാണ് ഇന്ദ്രന് അങ്ങനെ ഒരു പേരും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അഹല്യയുടെ ശരീര സൗന്ദര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അവളെ എങ്ങനെ അവളുമായിട്ട് രമിക്കാം എന്ന് വിചാരിച്ചങ്ങനെ പോകവേ ചെന്താർ ബാണാർത്തി കൊണ്ട് സന്താപം മുഴുക്കയാൽ, ചെന്താർ ബാണാർത്തി കാമബാണം, ആ കാമബാണമേറ്റ് അതിൻ്റെ ആ ഒരു ആർത്തി കൊണ്ട് സന്താപം, കാമം കൊണ്ടുണ്ടായ സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം, എല്ലായ്പ്പോഴും ഉള്ളിൽ ആ സുന്ദരിയുടെ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ചിന്തിച്ച് അനങ്ക അന്ധനായി, അനങ്കൻ കാമദേവൻ, കാമാന്ധനായിട്ട്, അതാണ് അനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി, തൻ്റെ ഉള്ളിൽ ഒരു പോംവഴി ഇങ്ങനെ തിരയുകയാണ്. വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരമെന്തെന്നോർത്തു. ഈ തൻ്റെ ആഗ്രഹം സാധിക്കാൻ
അന്തരം കൂടാതെ, ഒട്ടും താമസിയാതെ ഒരന്തരം, എന്താണൊരു വഴി എന്തെന്നോർത്ത് ലോകേശാത്മജ സുത നന്ദനനുടെ രൂപം. ലോകേശാത്മജ അഹല്യ, ലോകേഷിന്റെ മകൾ, ബ്രഹ്മാവിന്റെ മകൾ. ആ മകളുടെ ലോകേശാത്മജ സുത നന്ദനനുടെ രൂപം. ഇവിടെ അഹല്യയുടെ ഭർത്താവായിട്ടുള്ള ഗൗതമന്റെ രൂപം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഗൗതമ മഹർഷിയുടെ രൂപം നാഗനായകൻ, നാഗം സ്വർഗം, സ്വർഗത്തിലെ നായകനായിട്ടുള്ള ആ ഇന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ച് കൈക്കൊണ്ടു. അത് ആ രൂപത്തിലേക്ക് മാറി അന്ത്യയാമാദിയിങ്കൽ, ഒരു രാത്രിയുടെ അന്ത്യയാമത്തിൽ. അങ്ങനെ അന്ത്യയാമം കഴിഞ്ഞ് പുലർക്കാലത്തിലാണ്, ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഗൗതമ മഹർഷി സാധാരണ സന്ധ്യാവന്ദനത്തിന് പോകാറ്. ഒരു ഉഷസന്ധ്യയുടെ വന്ദനത്തിന് പോകാറ് ആ സമയത്താണ്. അപ്പോ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാ പുക്കാൻ ഉടജ അന്തരേ പരവശാൽ. അന്തര പെട്ടെന്ന് തന്നെ, ഗൗതമ മഹർഷി ആശ്രമത്തിൽ നിന്ന് പോയ ഉടനെ തന്നെ പുക്കാൻ ഉള്ളിൽ കയറി. ഉടജ അന്തരേ, ഉടജം ആശ്രമം, ആശ്രമത്തിന്റെ ഉള്ളിൽ പരവശാൽ, തീർച്ചയായും ചെയ്യാൻ പോകുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പരവേശത്താൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. ആ ഇന്ദ്രൻ അഹല്യയെ പ്രാപിച്ചു, ആ അഹല്യയുമായിട്ട് രമിച്ചു. സസംഭ്രമം, അവിടെ അപ്പോഴും പരിഭ്രമത്തിന് ഒരു കുറവും ഇല്ല. ഇങ്ങനെ സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനാകട്ടെ ഗംഗാനദീ തീരത്തെത്തിയപ്പോൾ മിത്രൻ തന്നുദയം, മിത്രൻ സൂര്യന്റെ ഉദയം. അപ്പോ മഹർഷിമാർക്കൊക്കെ ആ ഒരു ഉദയവും അസ്തമയവും ഒക്കെ ആ ഒരു ആകാശത്തിന്റെ ആ ഒരു കാഴ്ചയിലൂടെ തന്നെ അവർക്ക് ഏകദേശം അറിയാൻ സാധിക്കും, നേരം പുലരാറായോ എന്നൊക്കെ. അപ്പൊ ആ ഉദയം ഒട്ടടുത്തില്ല, അടുത്തൊന്നും ഉദയം സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പൊ താൻ നേരത്തെയാണ് വന്നത് എന്ന് കണ്ട് ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് പെട്ടെന്ന് തന്നെ ഒരു സംശയമുണ്ടായി, എന്തോ ചതി പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെന്ന നേരത്ത് കാണായി വന്നു വൃത്ര അരാതിക്ക്, വൃത്രാസുരന്റെ അരാതി ശത്രുവായിട്ടുള്ള ആ ഇന്ദ്രൻ പെട്ടെന്ന് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ. ഇവിടെ ഇന്ദ്രൻ അവിടെ നിന്ന് പുറത്ത് പോകാൻ വേണ്ടി തുനിഞ്ഞ സമയത്ത്, ആ സമയത്ത് തന്നെ അവിടെ ഗൗതമ മഹർഷി എത്തിച്ചേർന്നു. വിത്രസ്തനായത്രയും പേടിച്ചു വിറച്ചുപോയി. അങ്ങനെ വേപധു പൂണ്ടു നിന്നാൻ, തന്റെ കള്ളം പിടിച്ചതിന്റെ ആ ഒരു വേപധു, പരിഭ്രമത്താൽ ഇന്ദ്രൻ നിന്ന് വിറച്ചു. അങ്ങനെ ഗൗതമ മഹർഷി തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട്, തന്റെ അതേ രൂപം പരിഗ്രഹിച്ച് അതേ രൂപം സ്വീകരിച്ച് ആ വന്നവനെ കണ്ട് അതികോപം കൈക്കൊണ്ട് മുനീന്ദ്രനും, അത്യധികമായ കോപത്താൽ മുനീന്ദ്രൻ ചോദിച്ചു, നില്ല്. ഇങ്ങനെ ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇന്ദ്രൻ. നിൽക്കൂ, ആരാകുന്നതെന്തിത് ദുഷ്ടാത്മാവേ, ഹേ ദുഷ്ടാത്മാവേ നീ ആരാണ്? ചൊല്ലെന്നോട്, നീ എല്ലാമേ പരമാർത്ഥം, എല്ലാം തുറന്നു പറഞ്ഞോളൂ. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം, എന്താണ് എന്റെ രൂപം കൈക്കൊള്ളുവാൻ ഇന്നെന്ത് കാരണം? നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി, ഒട്ടും നാണമില്ലാത്ത നീ ഏത് മഹാപാപിയാണ്? സത്യം എന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായെങ്കിൽ ഭസ്മമാക്കുവനിപ്പോൾ. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിലും ഞാനത് മനസ്സിലാക്കും. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, നീയായിട്ട് പറയുന്നില്ലെങ്കിൽ, തവ വൃത്താന്തം പറയായെങ്കിൽ, നീ പറയുന്നില്ല എങ്കിൽ ഭസ്മമാക്കുവനിപ്പോൾ, ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ഭസ്മമാക്കും. ചൊല്ലിനാൻ അതു നേരം
താപസേന്ദ്രനെ നോക്കി സ്വർലോക അധിപനായ കാമകിങ്കരനഹം, സ്വർഗലോകത്തിന്റെ അധിപനായിട്ടുള്ള സ്വയം അറിയാം കാമകിങ്കരനാണ്, ഞാനൊരു കാമഭ്രാന്തനായി പോയി, അങ്ങനെ വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു. എനിക്ക് ഈ ഒരു വല്ലായ്മ വരാൻ കാരണം, എൻ്റെ ഈ ഒരു ആവേശത്തിന് കാരണം മൂഢത്വം കൊണ്ടെല്ലാം, ഇതൊക്കെ എൻ്റെ മൂഢത്വമാണ്. നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ, മഹർഷേ അങ്ങ് പൊറുത്തുകൊള്ളേണം എന്ന് പറഞ്ഞു. എന്നാൽ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. സഹസ്രഭകൻ എന്നാൽ 1000 ജനനേന്ദ്രിയങ്ങൾ ശരീരത്തിൽ വളരുക എന്നാണത്രേ ശാപം. അങ്ങനെ നീ ഭവിക്ക, ഭവാനിനി സഹിച്ചിടുക, നീ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം, ഈ ഒരു നാണക്കേട്, അതായത് നാണമില്ലാതെ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഇനി ശരീരം മുഴുവൻ ജനനേന്ദ്രിയവുമായിട്ട് വെച്ചിട്ട് നീ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാതെ നടക്കണം. അങ്ങനെ നിന്റെ ദുഷ്കർമ്മത്തിന്റെ ഫലമൊക്കെ നീ അനുഭവിക്കണം എന്ന ശാപമാണ് കൊടുത്തത്. ഇവിടെ ഞാൻ പിന്നീട് വായിച്ചറിഞ്ഞ ഒരു കാര്യമാണ്, ഈ ഇന്ദ്രന് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ഭൂമിയിൽ വന്ന് ഒരു സമുദ്രത്തിൽ അവിടെ തപസ് ചെയ്തുവെന്നും, അങ്ങനെ ആ തപസ് കൊണ്ട് പിന്നീട് തൻ്റെ ശരീരത്തിലെ ആ ഒരു വൈരൂപ്യം മാറി, അങ്ങനെ ഇന്ദ്രനെ ശുചിയാക്കിയ സ്ഥലമാണത്രേ ഇന്നത്തെ ശുചീന്ദ്രം, കന്യാകുമാരിക്ക് അവിടെ അടുത്തായിട്ടുള്ള ശുചീന്ദ്രം. അങ്ങനെ ഒരു ഇത് ഞാൻ വായിച്ചതാണ്. ഇനി ഇവിടെ ഗൗതമ മഹർഷി അഹല്യയ്ക്ക് ശാപം കൊടുക്കുകയാണ്. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമമകം പുക്കപ്പോൾ, ഇവിടെ ദേവേന്ദ്രനെ ശപിച്ചിട്ട് ഉള്ളിൽ വന്ന് അപ്പോൾ അഹല്യയും വേപധു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. അപ്പോൾ അഹല്യയും താൻ ചെയ്ത ആ പാപത്തിനാൽ വേപധു പൂണ്ട് വളരെയധികം കുറ്റബോധത്താൽ അവിടെ നിൽക്കുന്നത് കണ്ട് ഗൗതമ മഹർഷി അരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ഇവിടെ ദുരാചാരിയായി പോയല്ലോ നീ, കഷ്ടം തന്നെ. ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം, നീ വളരെ സാമർഥ്യക്കാരിയായിരിക്കുന്നുവല്ലോ, എന്നെ മനഃപൂർവ്വം ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നീയും കൂട്ടുനിന്നുവല്ലോ എന്ന രീതിയിലൊക്കെയാണ് മഹർഷി പറയുന്നത്. ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിന്ന് ചൊല്ലിയിടുവൻ, നീ ചെയ്ത പാപം ഒടുങ്ങുവാൻ വേറെ നിവൃത്തിയില്ല, നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം, നിനക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു ദുസ്തരമായിട്ടുള്ള അത്രയും കഷ്ടമുള്ള ഒരു മഹാവ്രതം നീ അനുഷ്ഠിക്കണം. കാമകിങ്കരേ, അല്ലയോ കാമാർത്തിയെ പോലെ പെരുമാറിയവളെ, നീ ഒരു ശിലാരൂപവും കൈക്കൊണ്ട്, ഒരു ശിലയെപ്പോലെ, ശിലയാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. അതായത് ശിലാരൂപിയായിട്ട് അങ്ങനെ ആ രൂപം കൈക്കൊണ്ട് രാമപാദാബ്ജം ധ്യാനിച്ച്, ശ്രീരാമ പാദാബ്ജം, ആ പാദകമലം ധ്യാനിച്ചുകൊണ്ട് ഇവിടെ നീ വസിക്കണം. നീഹാര ആതപ വായു വർഷാദികളും, നീഹാരം മഞ്ഞ്, ആതപം വെയില്, വായു വർഷം മഴ, അതായത് എന്തൊക്കെ കാലങ്ങൾ മാറി മാറി വന്നാലും, ഋതുക്കൾ മാറി മാറി വന്നാലും അതൊക്കെ സഹിച്ചുകൊണ്ട്, അതാണ് വർഷാദികളും സഹിച്ച്, ആഹാരാദികൾ ഏതും കൂടാതെ, ആഹാരമോ വെള്ളമോ ആഹാരമോ ഇല്ലാതെ, ദിവാരാത്രം, നീ രാത്രിയും പകലുമെന്നില്ലാതെ നീ ഇവിടെ കഴിയണം. എന്നാൽ ഒരനുഗ്രഹം അവിടെ ഗൗതമ മഹർഷി കൊടുക്കുകയാണ്. നിന്നെ ശല്യപ്പെടുത്താൻ, അസ്വസ്ഥമാക്കാൻ ഇവിടെ നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ. ഇന്നു മുതൽ ഒരു ജന്തുവും യാതൊരു പക്ഷിമൃഗാദികളും ഈ സ്ഥലത്ത് ഉണ്ടാവുകയില്ല. നിനക്ക് സ്വസ്ഥയായിട്ട് ഇവിടെ ഇങ്ങനെ കഴിയാം. സ്വസ്ഥയായിട്ടെന്ന് വെച്ച് തനിച്ച്, ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന പേടി വേണ്ട എന്നർത്ഥം.
ഇങ്ങനെ കാനനദേശേ മദീയാശ്രമേ മനോഹരേ, ഈ കാനനദേശത്തിലുള്ള എൻ്റെ ആശ്രമത്തിൽ, മനോഹരമായ ഈ ആശ്രമത്തിൽ നിനക്ക് ഒരുപാട് വർഷം ഇങ്ങനെ കഴിയേണ്ടി വരും. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും. ഇങ്ങനെ ഒരുപാട് സംവത്സരം നീ ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ അവതരിക്കും. അന്ന് അങ്ങനെ ഒരു ദിവസം രാമദേവൻ തൻ്റെ അനുജനായ ലക്ഷ്മണനോടും കൂടെ ഇവിടെ വരും. ശ്രീരാമ പാദാംഭോജ സ്പർശമുണ്ടായിടും നാൾ, ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശം ഏറ്റിടുമ്പോൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും, നിന്റെ എല്ലാ ദുരിതങ്ങളും തീരുമെന്ന് നീ അറിയുക. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ച് വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന്, അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിനക്ക് ആ ഒരു രൂപമാറ്റം, ഇപ്പോൾ ശിലയെ പോലെ ആകുന്ന നീ പിന്നീട് ഈ ഒരു രൂപത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ആ ഭഗവാനെ ഭക്തിയോടെ പൂജിച്ച് വഴി പോലെ ആ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി ഭഗവാനെ സ്തുതിക്കുക. അങ്ങനെ സ്തുതിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷവും വരും. അങ്ങനെ പൂതമാനസ, പൂതം പരിശുദ്ധമാവുക, പരിശുദ്ധ മാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം. അങ്ങനെ നീ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ദർശനത്തിന് ശേഷം ആ ഭഗവാനെ സ്തുതിച്ച് ശാപമോക്ഷം കിട്ടി. അങ്ങനെ പരിശുദ്ധ മാനസയായാൽ വീണ്ടും നിനക്ക് എൻ്റെ ഭാര്യയായി വന്ന് എന്നെ ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്ത് മുനി ഹിമവൽ പാർശ്വം പുക്കാൻ. അപ്പോ ഗൗതമ മുനി അന്ന് തന്നെ ആ ഹിമാലയത്തിലേക്ക് പോയി. അന്ന് തൊട്ട് ഇവിടെ വാണിയിടിനാൾ അഹല്യയും. അന്ന് ആ ശാപം കിട്ടിയ അന്ന് മുതൽ ഇവിടെ അഹല്യ വാണിയിടുന്നു. നിന്തിരു മലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ. അപ്പോൾ എന്താണ് മനസ്സ് ധ്യാനിക്കുന്നത് എന്ന് പറയാണ്. ഭഗവാനെ, അങ്ങയുടെ ആ പാദത്തിൻ്റെ പൊടി, ആ ഒരു പാദരേണുക്കൾ, അതൊന്ന് ഏൽക്കാൻ എന്തൊരു കഴിവെന്ന്, എന്താണ് വഴി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് എനിക്ക് ആ ദർശനമുണ്ടാവുക എന്ന് ചിന്തിച്ചുള്ളിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു. ഇങ്ങനെ ദുഃഖമാനസയായിട്ട്, കുറ്റബോധത്താലുള്ള ഒരു ദുഃഖവുമുണ്ട്, ഒപ്പം ഭഗവാനെ എന്ന് കാണും എന്നുള്ള ആ ഒരു ആകാംക്ഷയാലും ഇങ്ങനെ വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണേ. സന്തോഷത്തെ ജനിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ, ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി. അപ്പൊ അവിടെ ഒരു വിശേഷണം പറയുന്നത്, ഇവിടെ അഹല്യ ഇങ്ങനെ ഒരു കല്ലായിട്ട് ഇവിടെ ഇരിക്കുന്നത് മറ്റാരാലും കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് ആരാലും കണ്ടുകൂടാതൊരു പാഷാണം, കല്ല്. അങ്ങനെ ഒരു കല്ലിന്റെ രൂപത്തിലായിട്ടിരിക്കുന്ന ആ ദേവിയെ, ആ ദേവി ഘോരമാം തപസ്സൊടും ഇവിടെ വസിക്കുന്നു. ബ്രഹ്മനന്ദനയായ ഇങ്ങനെ ഘോരമായ തപസ് ചെയ്തുകൊണ്ട് ഇവിടെ വസിക്കുന്നു. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിൻ്റെ മകളായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും അവരുടെ എല്ലാ പാപങ്ങളും നിന്നുടെ പാദങ്ങളാൽ, അല്ലയോ രാമചന്ദ്ര, അങ്ങയുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം. ഇന്ന് തന്നെ അങ്ങ് ആ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കണം. നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. അങ്ങനെ രാമ, നീ ചെയ്താൽ ആ ദേവിക്ക് ശാപമോക്ഷം കിട്ടും. എത്രയും പെട്ടെന്ന് നീ അത് ചെയ്യണം എന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. ഗാധിനന്ദനൻ, ഗാധിയുടെ മകനായിട്ടുള്ള വിശ്വാമിത്രൻ ദാശരഥിയോട്, ദശരഥന്റെ മകനായ ശ്രീരാമചന്ദ്രനോട് ഏവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ച്, ആ ശ്രീരാമചന്ദ്രന്റെ തൃക്കൈയും പിടിച്ച് ഉടജാങ്കണം, ഉടജം ആശ്രമം, ആശ്രമത്തിന്റെ അങ്കണം, ആ മുറ്റത്ത് പുക്കാൻ അവിടെ വന്നു. അവിടെ
ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം, ഉഗ്രമായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിലാരൂപത്തിൽ നിൽക്കുന്ന അഗ്രേ, ശിലാരൂപം അഗ്രേ കാണുകെന്ന് ദാ നമ്മുടെ മുന്നിൽ ഇതാ കാണൂ എന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീ പാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. കാരണം അതൊരു കല്ലാണെന്നും പറയാൻ വയ്യ, കല്ലിന്റെ രൂപത്തിൽ ഇരിക്കുന്നത് അതൊരു മനുഷ്യ സ്ത്രീ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ തൻ്റെ പാദാംബുജം മെല്ലെ വച്ചിതു, മെല്ലെ ഒന്ന് തൊട്ടതേയുള്ളൂ രാമദേവൻ. ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി, ഈ ജഗത്തിന്റെ പതിയായിട്ടുള്ള ആ ഭഗവാൻ രാമോഹം, അഹം രാമഃ, ഞാൻ രാമനാകുന്നു എന്ന് പറഞ്ഞ് ആമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ. ആ നാഥനായിട്ടുള്ള കോമളരൂപനായിട്ടുള്ള ഭഗവാൻ തിരിച്ച് മുനിപത്നിയെ വണങ്ങിനാൻ, അഹല്യാദേവിയെ വണങ്ങി. അന്നേരം നാഥൻ തന്നെ കാണായത് അഹല്യയ്ക്കും. അപ്പോൾ അഹല്യ തൻ്റെ ആ പൂർവ്വരൂപത്തിലേക്ക് തിരിച്ചു വന്നു. ആ അഹല്യയ്ക്കും നാഥൻ തന്നെ ആ ശ്രീരാമചന്ദ്രനെ കാണായി വന്നു. വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. ആ ആനന്ദം അതെങ്ങനെ പറഞ്ഞറിയിക്കും, അത് ചൊല്ലാൻ സാധ്യമല്ല. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാർ സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ. ഇവിടെ ശ്രീരാമചന്ദ്രനെ കാണുന്ന കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അഹല്യാദേവി എങ്ങനെയാണ് ഭഗവാനെ കണ്ടത്. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറ്, താപത്തെ എല്ലാ ദുഃഖത്തെയും നീക്കാൻ കഴിവുള്ള സഹോദരനായ ലക്ഷ്മണനോടും ശാപനാശനകരൻ, ഏത് ശാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ആ ദേവൻ തന്നെ ചാപബാണങ്ങളോടും, ചാപവും ബാണങ്ങളുമൊക്കെ ധരിച്ച് പീതമാം വസ്ത്രത്തോടും മഞ്ഞ വസ്ത്രം ഉടുത്ത് ശ്രീവത്സവക്ഷസ്സോടും, ശ്രീവത്സം എന്ന മറുകോടും സുസ്മിത വക്ത്രത്തോടും മന്ദസ്മിതം ചെയ്തു നിൽക്കുന്ന ആ മുഖത്തോടും ശ്രീവാസ അംബുജദള സന്നിഭ നേത്രത്തോടും. ശ്രീ ലക്ഷ്മീദേവി, ലക്ഷ്മീദേവിയുടെ വാസസ്ഥലമായിട്ടുള്ള അംബുജം താമര, ആ താമരയുടെ ദളം, അതിൻ്റെ സന്നിഭം, അതിന് തുല്യമായിട്ടുള്ള നേത്രം. അപ്പൊ താമര ഇതളിന് തുല്യമായ കണ്ണുകളോട് കൂടിയ ഭഗവാൻ, അതായത് താമരക്കണ്ണൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. പിന്നീട് വാസവ നീലമണി സങ്കാശ ഗാത്രത്തോടും, വാസവൻ എന്നാൽ ഇന്ദ്രൻ. അപ്പൊ ഈ വാസവനീലം ഇന്ദ്രനീലം, ഇന്ദ്രനീലത്തിന്റെ ആ മണി, ആ രത്നം, ആ രത്നത്തിന് സങ്കാശം, അതിനോട് സാദൃശ്യമുള്ള ഗാത്രം, ശരീര ആ ഒരു കാന്തിയോടും, ഇന്ദ്രനീലത്തിന്റെ നിറമാണ് ഭഗവാന്. വാസവാദ്യ അമരൗഖവന്ദിത പാദത്തോടും, ഇന്ദ്രാദി ദേവന്മാരാൽ, അമരന്മാർ ദേവന്മാരാൽ വന്ദിക്കുന്ന, എന്നും വന്ദിക്കുന്ന ആ പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും, ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രകാശത്തോടും അങ്ങനെയൊക്കെ നിൽക്കുന്ന ഭക്തവത്സലൻ തന്നെ കാണായത് അഹല്യയ്ക്കും. ആ അഹല്യയ്ക്കും നല്ലൊരു ദർശനമാണ് ഭഗവാൻ കൊടുത്തത്. തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നം ഉര ചെയ്തതും ഓർത്താളപ്പോൾ, തന്നോട് മുൻപ് ശാപം തന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളെ ആ അഹല്യ ഓർത്തു. നിർണയം നാരായണൻ താനിത്, തീർച്ചയായും തൻ്റെ ഭർത്താവ് അന്ന് പറഞ്ഞതുപോലെ ആ ജഗന്നാഥനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ഇത്. ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ. അർണോജ വിലോചനൻ നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ്. താമരക്കണ്ണൻ, പത്മജാ മനോഹരൻ, പത്മത്തിൽ ഇരിക്കുന്ന ആ ദേവിയുടെ മനോഹരൻ ഭർത്താവായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ഇത് എന്ന് അഹല്യ ഉറപ്പിക്കുന്നു.
ഇത്തം ആത്മനി ചിന്തിച്ച് ഉത്ഥാനം ചെയ്തു. ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ച് അവിടെ ശില പോലെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും ആ ഇരുത്തത്തിൽ തന്നെയാണുള്ളത്. പിന്നീട് പതുക്കെ ഉത്ഥാനം ചെയ്തു, എഴുന്നേറ്റു. ഭക്തിയാ, ഭക്തിയോടുകൂടി സത്വരം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. പിന്നീട് പെട്ടെന്ന് തന്നെ ആ ഗംഗാതീരത്തിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ടുവന്ന് പാദം കഴുകിച്ച് അങ്ങനെ പൂജിച്ചു. സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്ന് ദണ്ഡ നമസ്കാരവും ചെയ്താൾ. അങ്ങനെ നീണ്ടു നിവർന്ന് ഭഗവാനെ കാൽക്കൽ നമസ്കരിച്ചു. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും, ഉള്ളിൽ അത്രയധികം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്ത് വീണ്ടും എഴുന്നേറ്റു. അവിടെ ദണ്ഡ നമസ്കാരം ചെയ്തിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റിട്ട് മുഹുഹു വീണ്ടും അഞ്ജലിബന്ധത്തോടും കൈകൾ കൂപ്പിക്കൊണ്ടും വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും, ഒരു ഭക്തി നിറയുമ്പോൾ ശരീരമാകെ വിറകൊള്ളും. അങ്ങനെ വിറകൊള്ളുന്ന ആ ശരീരത്തോടും അതുകൊണ്ട് തന്നെ വ്യക്തമല്ലാതെ വന്ന ഭക്തി ഉള്ളിൽ നിറയുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ ഇടറിപ്പോകും. അങ്ങനെ വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദ വർണ്ണത്തോടും, വർണ്ണം അക്ഷരങ്ങൾ അഥവാ വാക്യങ്ങൾ, അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്, പക്ഷെ അക്ഷരങ്ങളൊന്നും വ്യക്തമല്ല. അത്രയും ഭക്തി കൊണ്ടങ്ങനെ വിറയാർന്ന അക്ഷരങ്ങളോടും വാക്കുകളോടും അദ്വയനായോരനാദ്യ സ്വരൂപൻ, അദ്വയൻ രണ്ടില്ലാത്ത ഒന്നു മാത്രമായ ആ ബ്രഹ്മസ്വരൂപൻ, ആദ്യൻ, ഇവിടെ ആദ്യമുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്നുമുള്ള ആ പരമാത്മസ്വരൂപനെ കണ്ട് സദ്യോജാത ആനന്ദം, അപ്പോഴുണ്ടായ ആനന്ദ അബ്ധിയിൽ, ആ ഒരു ആനന്ദ സമുദ്രത്തിൽ അങ്ങനെ മഗ്നയായിട്ട് അതിൽ മുങ്ങിപ്പോയി എന്നതുപോലെ ആ അഹല്യാദേവി ഭഗവാനെ സ്തുതി ചെയ്താൾ.